Good evening. So today we are going to take a class 27, The Parrot Who Wouldn't Talk. നമ്മള് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറി കേട്ടോ. നമുക്ക് എല്ലാവർക്കും പെറ്റ് ആനിമൽസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഒരു പെറ്റ് ആനിമൽ, ഒരു പെറ്റ് ബേർഡ് അല്ലെങ്കിൽ പെറ്റ് ആനിമൽ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊക്കെ ഇഷ്ടമായിരിക്കും. അറ്റ്ലീസ്റ്റ് ലവ് ബേർഡിനെങ്കിലും ഇഷ്ടമായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു പാരറ്റ് എന്നാൽ വുഡിൻ ടോക്ക്, സംസാരിക്കില്ല. പാരറ്റ് ഒബ്വിയസ്ലി നമുക്കറിയാം, പാരറ്റ് സംസാരിക്കും അല്ലെ. സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് വിറ്റുകൾ എങ്ങനെയാ സംസാരിക്കുക? നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അവർ സംസാരിക്കുക അല്ലെ. നമ്മൾ തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ ഒരു ദിവസം അവരത് പറഞ്ഞോടും അല്ലെ. അപ്പൊ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അതായിരിക്കും നമ്മുടെ പെറ്റ് പാരറ്റുകൾ സംസാരിക്കുക. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഒരു പാരറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. എന്താണ് നമുക്കൊന്ന് നോക്കാം. ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്ക് ഒരു പെറ്റ് പാരറ്റ് ഉണ്ട്. ഇതൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനകത്തുള്ള സ്റ്റോറി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്. സോ ഡു യു ഹാവ് എ പെറ്റ്? At some point of time, we have all had a pet or wanted one. Having a pet is not just fun. Okay, നമുക്ക് ചില സമയത്തൊക്കെ നമുക്കൊരു പെറ്റിനെ വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു പെറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ഫൺ. അതൊരു തമാശയല്ല എന്നാണ് പറയുന്നത്. വൈ? എന്തുകൊണ്ടാണ് അതൊരു തമാശയല്ല എന്ന് തോന്നാൻ കാരണം? എ പെറ്റ് നീഡ്സ് പ്രോപ്പർ കെയർ ആൻഡ് അറ്റൻഷൻ. നമ്മളൊരു പെറ്റ് ആനിമൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യും, സംരക്ഷിക്കുകയും അതിനെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അറ്റൻഷൻ ആയിരിക്കണം, അറ്റൻറ്റഡ് ആയ നമ്മൾ ആ ഒരു പെറ്റിനെ നമ്മൾ വളരെ നന്നായിട്ട് കെയർ ചെയ്ത് നിർബന്ധമാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫൺ എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഹാസ് ടു ബി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പെറ്റാണ് അത് എങ്കിൽ ദർ ഇസ് എ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അങ്ങനെ ഒരു ട്രെയിൻഡ് ആനിമൽസ് അല്ലെങ്കിൽ പെറ്റ് ബേർഡ്സ് ഒക്കെ അവർക്കൊരു വേ ഓഫ് ഡൂയിങ് ഉണ്ട്. അവർ ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ ഒരു വേ ഓഫ് ആക്ഷൻസ് ഉണ്ട്. In the story, which is written in the first person, the author's aunt, okay, ഈ കഥ ഒരു ഓതറിന്റെ aunt പറയുന്ന രീതിയിലാണ് ഈ കഥ പോകുന്നത്. Decides to keep a parrot as a pet. അപ്പൊ ഈ ഓതറിന്റെ aunt, അമ്മായി എന്ന് പറയും, അമ്മ, ഒരു പാരറ്റിനെ തന്റെ പെറ്റ് ആയിട്ട് വളർത്താൻ തീരുമാനിച്ചു. അതാണ് ഇതിനകത്തുള്ള സ്റ്റോറി കേട്ടോ. ഷീ ഓൾസോ ഡിസൈഡ്സ് ടു ടീച്ച് ഇറ്റ് ഹൗ ടു ടോക്ക്. എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് കൂടെ അവള് ഈ പാരറ്റിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഹൗ സക്സസ്ഫുൾ ഈസ് ഷീ ഇൻ ഹെർ എഫേർട്സ്? എത്രത്തോളം ഈ എഫേർട്ടിൽ അവൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്റ്റോറിക്കകത്ത് പറയുന്നത്. സോ റീഡ് ദിസ് ഹ്യൂമറസ് ഫണ്ണി സ്റ്റോറി. ഇതൊരു തമാശകരമായ ഒരു സ്റ്റോറിയാണ്. ബൈ ദ വെൽ നോൺ ഓതർ റസ്കിൻ ബോണ്ട് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, റസ്കിൻ ബോണ്ട് ആണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റോറി എഴുതിയ ആളുകളുടെ പേര് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ശരി, നമുക്ക് എന്താണ് കഥ എന്ന് നോക്കാം. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ യു ആർ നോട്ട് ബ്യൂട്ടി, കാൺട്ട് ടോക്ക്, കാൺട്ട് സിംഗ്, കാൺട്ട് ഡാൻസ്. ഈ ഒരു ഡയലോഗ് വെച്ചിട്ടാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. യു ആർ നോ ബ്യൂട്ടി, നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല, നീ സംസാരിക്കില്ല, നീ പാട്ട് പാടില്ല, നീ ഡാൻസ് കളിക്കില്ല. വിത്ത് ദീസ് വേർഡ്സ് Aunt Ruby would taunt the unfortunate parakeet, who glared morosely at everyone from his ornamental cage at one end of the long veranda of Granny's bungalow in North India. നോർത്ത് ഇന്ത്യയിലാണ് അപ്പോൾ ഇൻസിഡന്റുകൾ നടക്കുന്നത്. ബംഗ്ലോ മീൻസ് ഗ്രാനിയുടെ ബംഗ്ലാവിലെ വരാന്തയിൽ വെച്ചിട്ട് ഓർണമെന്റൽ കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കൂടിനകത്ത് കിടക്കുന്ന ഒരു പെറ്റ് ആനിമൽ, പെറ്റ് ആനിമൽ, അൺഫോർച്ചുനേറ്റ് പറഗീറ്റ് ആട്ടോ. ഭാഗ്യവാനായ ഒരു പെറ്റ് ആനിമൽ ആണ് പെർഗീറ്റ്. അതിനോട് ഓണ്ട് റൂബി
റൂബി എന്ന് പറയുന്ന ആണ്ട് പേരാണ്, റൂബിയാണ് പേര് കേട്ടോ. അവര് പറയുന്ന വാക്കുകളാണ്. യു ആർ നോ ബ്യൂട്ടി, നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല. യു കാൺ ടോക്ക്, നിനക്ക് സംസാരിക്കാൻ കഴിയില്ല. യു കാൺ സിങ്, നിനക്ക് പാട്ട് പാടാൻ കഴിയില്ല. യു കാൺ ഡാൻസ്, നിനക്ക് ഡാൻസ് കളിക്കാനും അറിയില്ല. ഇതാണ് ഈ പെറ്റിനോട് നമ്മുടെ ഓണ്ട് റൂബി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. In those distant days, almost everyone, Indian or European, kept a pet parrot or parakeet or lovebird, as some of the smaller ones were called. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലും യൂറോപ്പിലും ഒക്കെ എല്ലാവരും ഒരു പെറ്റ് പാരറ്റിനെ അല്ലെങ്കിൽ പാരറ്റിന്റെ മറ്റൊരു പേരാണ് പെർക്കീറ്റ് അതുമല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലവ് ബേർഡിനെയെങ്കിലും, ലവ് ബേർഡ് ഇൻ ദ സെൻസ് ഇറ്റ്സ് വെരി സ്മോൾ ബേർഡ്, ഇതിനെയെങ്കിലും സ്വന്തം പെറ്റായിട്ട് വളർത്താറുണ്ടായിരുന്നു. Sometimes these birds became great talkers or rather mimics. ചില സമയത്തൊക്കെ ഈ പാരറ്റുകൾ ഈ ബേർഡ്സ് എന്ത് ചെയ്യും, നന്നായി സംസാരിക്കും, അല്ലെങ്കിൽ വല്ല മിമിക്രികളെങ്കിലും കാണിക്കുമായിരുന്നു. ആൻഡ് വുഡ് ലേൺ ടു റിസൈറ്റ് എൻറ്റയർ മന്ത്രാസ്. ചില പെറ്റ് പാരറ്റ്സ് എന്ത് ചെയ്യും, അവരുടെ റിച്വൽ ആയിട്ടുള്ള റിലീജിയസ് മന്ത്രകൾ വരെ ഉരുവിടാൻ പഠിക്കുമായിരുന്നു. ഓർ admonitions to the children of the house, such as patho, beta, patho. അതായത് ഇപ്പൊ നമ്മള് ഒരു ഫിലിമില് സ്ഫടികം എന്ന് പറയുന്ന ഒരു ഫിലിമില് കടുവ എന്ന് പറയുന്നുണ്ട് അല്ലെ, അതൊരു മൈനയാണ് പറയുന്നത്, പാരറ്റ് അല്ല. പക്ഷെ അതെന്താണ്, സ്ഥിരമായി ഈ പെറ്റ് ബേർഡ് കേൾക്കുന്ന ഒരു വേർഡാണ്. ഇപ്പൊ ഇതിനകത്ത് ബധോ, ബേട്ട, ബധോ എന്നൊക്കെ പറയുന്നത് കുട്ടികളോട് വീട്ടിൽ സ്ഥിരമായി പറയുന്ന ഒരു വേർഡാണ്. സ്റ്റഡി, ചൈൽഡ്, സ്റ്റഡി, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ റിലീജിയസ് മന്ത്രാസ്, എപ്പോഴും വീട്ടിലുള്ള ആളുകൾ ഉരുവിടുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിലീജിയസ് മന്ത്രാസ്, ഓർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ബോയ്സ് ലൈക്ക് മീ, ഡോണ്ട് ബി ഗ്രീഡി, ഡോണ്ട് ബി ഗ്രീഡി, ഇങ്ങനെയുള്ള ബോയ്സിനോട് പറയുന്ന വേർഡുകള്, ഇതെല്ലാം നമ്മുടെ പെറ്റ് ബേർഡ്സ് പഠിക്കാറുണ്ടെന്നാണ് പറയുന്നത്. These expressions were, of course, picked by the parrot over a period of time. After many repetitions by some member of the household who had taken on the task of teaching the bird to talk. അപ്പൊ നമ്മൾ സ്ഥിരമായി ഈ ബേർഡ്സിനെ പഠിപ്പിക്കുന്ന ആള് സ്ഥിരമായി നമ്മൾ വീട്ടിൽ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളോ മറ്റോ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് പാരറ്റ് ഈ വാക്കുകളൊക്കെ പഠിക്കുന്നത്. ബട്ട് അവർ പാരറ്റ് റിഫ്യൂസ്ഡ് ടു ടോക്ക്. നമ്മുടെ ഓണ്ട് റൂബിയുടെ പാരറ്റ് സംസാരിക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല, അല്ലെങ്കിൽ റിഫ്യൂസ്ഡ് ടു ടോക്ക്, സംസാരിക്കാറുണ്ടായിരുന്നില്ല. He had been bought by Aunt Ruby from a bird catcher who had visited all the houses on our road. റോഡിലൂടെ നടന്നു പോകുന്ന ഒരു പക്ഷിപിടുത്തക്കാരന്റെ കയ്യിൽ നിന്നും. ഇയാൾ എല്ലാ വീട്ടിലും കയറിയിട്ട് പക്ഷികളെ വേണോ എന്ന് ചോദിച്ച് നടന്നിരുന്ന ഒരാള്. ഇയാളുടെ കയ്യിൽ നിന്നുമാണ് ഓണ്ട് റൂബി നമ്മുടെ ഈ തത്തയെ വാങ്ങിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ തത്ത മാത്രമല്ല, ചെറിയ കിളികളായിട്ടുള്ള കോമൺ സ്പാരോസ് അതുപോലത്തെ അങ്ങനെ പല സംഭവങ്ങളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. Neither granny nor grandfather were keen on keeping caged birds as pets. ഗ്രാൻഡിക്കോ ഗ്രാൻഡ്മയ്ക്കോ ഗ്രാൻഡ്ഫാദറിനോ ഇങ്ങനെയുള്ള ബേർഡുകളെ വീട്ടിൽ കൂടിനകത്ത് അടച്ചിടുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. ബട്ട് Aunt Ruby threatened to throw a tantrum if she did not get her way. And Aunt Ruby's tantrums were dreadful to behold. നമ്മുടെ ഓണ്ട് റൂബിക്ക് ഇത്തരത്തിലുള്ള പെറ്റ് ആനിമൽസിന് വളരെ ഇഷ്ടമായിരുന്നു. വീട്ടിൽ മറ്റാർക്കും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിവേ, നമുക്ക് പിക്ചറിൽ കാണാം കേട്ടോ തത്തമ്മേനെ. Anyway, she insisted on keeping the parrot and teaching it to talk. നമ്മള് aunt കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ തത്തേനെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. But the bird took an instant dislike to my aunt
and resisted all her blandishments. നമ്മുടെ തത്ത ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒരു റെസ്പോൺസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. Kiss, kiss, Aunt Ruby would coo, putting her face close to the bars of the cage. But the parrot would back away, its beady little eyes getting even smaller with anger at the prospect of being kissed by Aunt Ruby. And on one occasion, it lunged forward without warning and knocked by my aunt's spectacles off her nose. അതായത് ഇങ്ങനെ ഓൺ അടുത്ത് വന്നിട്ട് ഉമ്മ വയ്ക്കാൻ കീസ് കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ തത്ത ബാക്കിലേക്ക് മാറി മാറി നിൽക്കുമായിരുന്നു. സംടൈംസ് ഈ ഓണ്ട് ഇങ്ങനെ കിസ് ചെയ്യാൻ വരുമ്പോഴൊക്കെ തത്തമ്മയ്ക്ക് ദേഷ്യം വരെ വരാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ദിവസം തത്തമ്മ എന്ത് ചെയ്തു, മൂക്കില് അതായത് കണ്ണടയ്ക്ക് താഴെയുള്ള മൂക്കില് ഒരു നോക്ക് അങ്ങനെ കൊത്തുകയൊക്കെ ചെയ്തു പാരറ്റ്. ഓക്കെ. After that, Aunt Ruby gave up her endearments and became quite hostile towards the poor bird, making faces at it and eating out, can't talk, can't sing, can't dance, and other nasty comments. ഇതിനുശേഷം നമ്മുടെ ഓണ്ടിന് ഭയങ്കര ദേഷ്യമൊക്കെ വരികയും പിന്നെ നോർമലി ഈ തത്തമ്മേനോട് പറയുന്ന ഒരേ ഒരു വാക്ക് can't talk, can't sing, can't dance, ഇതൊക്കെയായിരുന്നു. It fell upon me then, 10 years old, to feed the parrot. And it seemed quite happy to receive green chilies and ripe tomatoes from my hands. ഒരിക്കൽ ഈ തത്ത എൻ്റെ അടുത്തേക്ക് വന്നു, അല്ലെങ്കിൽ ഫെൽ അപ്പോൺ മീ മീൻസ് എന്നിൽ ഇംപ്രസ്ഡ് ആയി. ബിക്കോസ് ഒരിക്കൽ ഞാൻ എന്ത് കൊടുത്തു, നല്ല പഴുത്ത തക്കാളിയും ഗ്രീൻ ചില്ലിയും ഒക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. This delicious being supplemented by slice of mango. Delicious. ഓക്കെ, ഇതിന് ശേഷം എന്ത് ചെയ്തു, മാങ്ങ സീസൺ ആയിരുന്നു, അപ്പൊ കുറച്ച് മാങ്ങയുടെ സ്ലൈസും തത്തയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. For it was then the mango season ആയതുകൊണ്ട്. This also gave me an opportunity to consume a couple of mangoes while feeding the parrot. അങ്ങനെ തത്തയ്ക്ക് ഗ്രീൻ ചില്ലീസും അതുപോലെ ടൊമാറ്റോ, നല്ല റേപ്പ് ടൊമാറ്റോസ്, പിന്നെ മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ ഒക്കെ ഒരിക്കൽ നമ്മുടെ തത്തയ്ക്ക് ആൻറ്റ് കൊടുത്ത സമയത്ത് മാത്രമാണ് തത്ത ആണ്ടുമായിട്ടൊന്ന് അറ്റാച്ച്ഡ് ആയത്. One afternoon, while everyone was indoors enjoying siesta is a game, okay. ഒരു ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഇങ്ങനെ ഉള്ളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം, I gave the parrot its lunch and then deliberately left the cage door open. ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുത്തിട്ട് മനഃപൂർവ്വം, ഡെലിബറേറ്റ്ലി മീൻസ് മനഃപൂർവ്വം തത്തയുടെ കൂട് ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തു. Seconds later, the bird was winging its way to the freedom of the mango orchard. തൊട്ടപ്പുറത്തുള്ള മാങ്ങ മരത്തിലേക്ക് നമ്മുടെ തത്ത പറന്നുപോയി. എൻജോയ് ദ ഫ്രീഡം, അല്ലെ? അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൂട് ഓപ്പൺ ആക്കിയിട്ടത്. ബിക്കോസ് ഈ തത്ത ഒന്നും സംസാരിക്കുന്നില്ല, ആന്റിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. At the same time, grandfather came to the veranda and remarked, I see your aunt's parrot has escaped. എന്റെ ആന്റിയുടെ പാരറ്റ് പറന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. The door was quite loose, I said with a shrug. Well, I don't suppose we will see it again. Okay. ആ കൂടിന്റെ കുളത്തിനെന്തോ അല്ലെങ്കിൽ ഡോറിനെന്തോ ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു, അപ്പോ ഇനി നമുക്ക് ആ തത്തേനെ കാണില്ല എന്ന് വിചാരിക്കാം എന്നൊക്കെ പറഞ്ഞു. Aunt Ruby was upset at first. ആദ്യമൊക്കെ Aunt Rubyക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. Threatened to buy another bird. വേറെ ബേർഡിനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി തുടങ്ങി. We put her off by promising to buy her a bowl of goldfish. ഞങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോ എന്തായാലും ബേർഡിനെ നമുക്ക് വാങ്ങിക്കണ്ട, പകരം ഗോൾഡ് ഫിഷിനെ വാങ്ങിക്കാം. But goldfish don't talk, she protested. അപ്പോൾ എന്താ പറഞ്ഞത്, വേണ്ട, ഗോൾഡ് ഫിഷ് ഒന്നും വേണ്ട, ഗോൾഡ് ഫിഷ് സംസാരിക്കില്ലല്ലോ, പിന്നെന്തിനാണ്? Well, neither did your bird. ഗ്രാൻഡ് ഫാദർ ചോദിച്ചു, ഓഹോ, അപ്പൊ നിന്റെ ബേർഡ് സംസാരിക്കുമായിരുന്നു?
ആക്ച്വലി ബേർഡും സംസാരിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. So we will get you a gramophone. You can listen to Clara Clark all day. They say she sings like a nightingale. ഒക്കെ നമുക്ക് ഞങ്ങളൊരു ഗ്രാമഫോൺ വാങ്ങിച്ചു തരാം. പണ്ട് കാലത്തൊക്കെ റേഡിയോക്ക് പകരം യൂസ് ചെയ്തിരുന്നതാണ് ഗ്രാമഫോൺ. അപ്പൊ ഗ്രാമഫോൺ വാങ്ങിച്ചു തരാം. നിനക്ക് അതിനകത്ത് ക്ലാര ക്ലക്ക് എന്ന് പറയുന്ന പാട്ട് എല്ലാ ദിവസവും കേട്ടോണ്ടിരിക്കാം. ഷീ സിങ്സ് ലൈക്ക് എ നൈറ്റിംഗേൾ, ഒരു കിളിയെപ്പോലെ പാട്ട് പാടാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. I thought we would never see the parrot again. ഞാൻ വിചാരിച്ച എന്താണ്, ഇനി ഒരിക്കലും ആ പാരറ്റിനെ കാണില്ല എന്ന് ഞാൻ ചിന്തിച്ചു. But it probably missed its green chilies. തീർച്ചയായിട്ടും അതിന്റെ ഗ്രീൻ ചില്ലീസ്, പച്ചമുളകൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. Because a few days later, I found the bird sitting on the veranda railing, looking expectantly at me with its head cocked to one side. Unselfishly, I gave the parrot half of my mango. ഓക്കെ, ഒരാഴ്ചക്ക് ശേഷം ഞാൻ ഈ പാരറ്റിനെ കണ്ടു. നമ്മുടെ പറമ്പില് ഒരു അയര് പോലെയുള്ള ഒരു സ്ഥലത്ത് അതിങ്ങനെ ഇരുന്ന് വരാന്ത റെയിലിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു മാങ്ങ കഷ്ണം എടുത്തിട്ട് കൊടുത്തു. While the bird was enjoying the mango, Aunt Ruby emerged from her room. അപ്പോ ഈ നമ്മുടെ ബേർഡ് ഈ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഓണ്ട് റൂബി റൂമിൽ നിന്നും വന്നിട്ടുള്ളത്. And with a cry of surprise called out. അപ്പോ ഭയങ്കരമായിട്ട് ഉറക്കെ സംസാരിച്ചിട്ടാണ് പറയുന്നത്. Look, it's my parrot come back. He must have missed me. എന്നെ അത് മിസ് ചെയ്തിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് എന്റെ പാരറ്റ് തിരിച്ചു വന്നത്. With a loud squawk, the parrot flew out of her reach. അവളുടെ ആ സൗണ്ട് കേട്ടപ്പോ തന്നെ പാരറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് പറന്നങ്ങ് പോയി. And perching on the nearest rose bush, നേരെ തൊട്ടടുത്തുള്ള ഒരു റോസ് ബുഷിന്റെ അവിടെ പോയിട്ട് നിന്നു. Glared at her and shrieked in my aunt's familiar tones. ആന്റ് റൂബീനെ തന്നെ ഇങ്ങനെ ഉറ്റു നോക്കിയിട്ട്, ആന്റ് റൂബീന്റെ അടുത്ത് മുഖത്ത് നോക്കിയിട്ട് അവളുടെ അതേ ടോണിൽ പറഞ്ഞു, യു ആർ നോ ബ്യൂട്ടി, കാൺ ടോക്ക്, കാൺ സിങ്, കാൺ ഡാൻസ്. അപ്പൊ ഈ വേർഡുകൾ നോർമലി നമ്മുടെ തത്ത പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ വേർഡുകളായിരുന്നു തത്ത യൂഷ്വലി കേട്ടുകൊണ്ടിരുന്നത്. സോ ഈ വേർഡുകൾ തത്ത പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. Aunt Ruby went. Ruby read and dashed indoors. ഇത് കേട്ടപ്പോ തന്നെ റൂബി ഉള്ളിലേക്ക് പോയി. But that wasn't the end of the affair. The parrot became a frequent visitor to the garden and veranda. നമ്മുടെ പാരറ്റ് പിന്നീട് എപ്പോഴും ഈ വരാന്തയിലും ഗാർഡനിലും ഒക്കെ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. And whenever it saw Aunt Ruby, it would call out. എപ്പോഴൊക്കെ റൂബീനെ കാണുന്നു അപ്പോഴൊക്കെ പറയും, you are no beauty, you are no beauty, you can't talk, can't sing, can't dance. The parrot had learned to talk after all. അതാണ് ഇതിനകത്തൊരു തമാശ പോലെ പറയുന്നത്. അതായത് എന്താണോ നമ്മൾ പഠിപ്പിക്കുന്നത് അത് തന്നെയായിരിക്കും തിരിച്ച് നമുക്ക് കിട്ടും. നമ്മൾ എന്താണോ ഇതിനകത്ത് വരുന്നൊരു മോറൽ അത് തന്നെയാണ്. എന്ത് ഇൻപുട്ട് ആണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് തിരിച്ച് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ബിഹൈൻഡ് ഓഫ് ദ മോറൽ സ്റ്റോറി ബൈ റസ്കിൻ ബോണ്ട്. ഓക്കെ, ഇറ്റ്സ് എ സ്റ്റോറി. അപ്പൊ ഈ കഥ എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എഴുതിയിരിക്കുന്ന റസ്കിൻ ബോണ്ട് ആണ്. ഇതിനകത്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ, ഹാവ് എ ഗ്രേറ്റ് ഡേ.